എല്ലാവർക്കും നമസ്കാരം. ഈ തിരുവോണത്തെ സംബന്ധിച്ച് മറ്റൊരു തെറ്റായ കഥ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്. വാമനൻ 3 അടി യാചിച്ച് ചതിയിലൂടെ എല്ലാം അളന്നെടുത്ത് ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ്. അങ്ങനെ പാതാളത്തിൽ നിന്ന് തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടി ഭഗവാന്റെ അനുവാദത്തോടെ വർഷത്തിൽ ഒരിക്കൽ കേരളത്തിലേക്ക് വരുന്നതാണത്രേ തിരുവോണം. എന്തൊരു മണ്ടത്തരമാണത്! ആരാണ് ഈ ശുദ്ധ മണ്ടത്തരം പടച്ചുവിട്ടത്? കാര്യം എന്താണെന്നാണെങ്കിൽ ഈ ബലിയുടെ കാലത്ത് കേരളം തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. വാമനമൂർത്തിക്ക് ശേഷമാണല്ലോ പരശുരാമാവതാരം. ഈ പരശുരാമനാണല്ലോ കേരളത്തെ സൃഷ്ടിച്ചു എന്ന പുരാണ പ്രസിദ്ധമായ കഥ. അപ്പോൾ അതും പോയി. അദ്ദേഹം ബലി യജ്ഞം ദീക്ഷിച്ചിരുന്നത് ഗുജറാത്തിലെ കച്ച് എന്ന സ്ഥലത്താണ്. അവിടേക്കാണ് വാമനമൂർത്തി വരുന്നത്. ഇവിടെ നല്ല നിലയിൽ ജനങ്ങൾക്ക് പ്രിയങ്കരനായി ഭരിക്കുന്ന ബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് ശരിയല്ല. ഇവിടെ വാമനൻ വില്ലനും ബലി ഒരു നായകനുമായി ആരുടെയോ കുബുദ്ധിയിൽ. ഇവിടെ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? നോക്കൂ, നമുക്ക് പാരമ്പര്യമായി കിട്ടിയ വീടും പറമ്പും അതിൽ നമ്മുടെ അധ്വാനം കൊണ്ട് കുറേ കൂടി ന്യായമായി സമ്പാദിച്ചും ഇങ്ങനെ പാരമ്പര്യ സ്വത്തും ന്യായമായി നേടിയ സമ്പാദ്യവുമായി നമ്മൾ ജീവിക്കുന്നു എന്ന് കരുതുക. തൊട്ടടുത്ത കുടുംബവും ഇതുപോലെ നല്ല രീതിയിൽ ആർക്കും ഉപദ്രവമില്ലാതെ കഴിയുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കുടുംബം വന്ന് അവൻ്റെ പണവും സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് നമ്മുടെയും തൊട്ടടുത്ത വീട്ടുകാരുടെയും വീടും പറമ്പും ഇവൻ അന്യായമായി അധാർമികമായി സ്വന്തമാക്കി. ഈ 2 കുടുംബത്തെയും പുറത്താക്കി. അവൻ അത്രയ്ക്ക് സ്വാധീനമുണ്ട്. പോലീസിലൊക്കെ അവന് വലിയ സ്വാധീനമുണ്ട്, രാഷ്ട്രീയത്തിലും. അങ്ങനെ അവനെല്ലാം അവൻ്റെ രാഷ്ട്രീയവും എല്ലാം സ്വാധീനവും ഉപയോഗിച്ച് അവൻ അവൻ്റേതാക്കി. നമ്മൾ എന്തു ചെയ്യും? ഈ 2 കുടുംബവും എന്തു ചെയ്യും? സ്വാഭാവികമായി കോടതിയിൽ പോവും, അല്ലേ? ഈ 2 കുടുംബവും അന്യായമായി കയ്യേറിയവനെതിരെ കേസ് കൊടുക്കും കോടതിയിൽ. ഇവൻ കയ്യേറിയതാണെന്നും ഞങ്ങളെ പുറത്താക്കിയെന്നും വാദിക്കുമ്പോൾ അവൻ അതെല്ലാം അവൻ്റേതാണെന്നും വാദിക്കും. അപ്പോൾ കോടതി എന്തു ചെയ്യും? അവരുടെ വീടിനെ സംബന്ധിച്ചും ഭൂമിയെ സംബന്ധിച്ചുമുള്ള തർക്കത്തിൽ പ്രമാണം പരിശോധിക്കാൻ വേണ്ട സംവിധാനം ചെയ്യും, അല്ലേ? ആ പ്രമാണമനുസരിച്ച് അളന്ന് തിട്ടപ്പെടുത്താൻ അതിൻ്റെ ഉദ്യോഗസ്ഥനെ, സർവേ നടത്താൻ, പ്രമാണം പരിശോധിക്കാൻ ആളെ പറഞ്ഞയക്കും. അതിൻ്റെ ഉദ്യോഗസ്ഥൻ വന്ന്, കോടതി നിർദ്ദേശിച്ച പ്രകാരത്തിൽ ഉദ്യോഗസ്ഥൻ വന്ന് പരാതിക്കാരുടെ കയ്യിൽ നിന്ന് ഭൂമിയെ സംബന്ധിച്ചും വീടിനെ സംബന്ധിച്ചുമുള്ള രേഖകൾ പരിശോധിക്കും. ആധാരപ്രകാരം സർവേ നടത്തി കുറ്റിയടിക്കും. അന്യായമായി കയ്യേറിയവൻ്റെ കയ്യിൽ നിന്ന് ഭൂമി സർവേ നടത്തി ആ ഉദ്യോഗസ്ഥൻ അവകാശപ്പെട്ട 2 കുടുംബങ്ങൾക്കും നൽകും, അല്ലേ? കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനും അന്യൻ്റെ സ്വത്ത് അന്യായമായി കൈക്കലാക്കിയതിനും അന്യായമായി കയ്യേറിയതിനും ന്യായമായ ശിക്ഷയും കൊടുക്കും, അല്ലേ? അതല്ലേ നിയമം? അതല്ലേ നീതി? അതല്ലേ ധർമ്മം? ഇവിടെ അളക്കാൻ വന്ന കോടതി പറഞ്ഞയച്ച ആ ഉദ്യോഗസ്ഥനെ ആരെങ്കിലും വില്ലനായി ചിത്രീകരിക്കുമോ? രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് സാധുക്കളുടെ സ്വത്ത് കയ്യേറിയവനെ നായകനായി ആരെങ്കിലും ചിത്രീകരിക്കുമോ? ഇത് തന്നെയാണ്
ബലിയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഇന്ന് തിരുവോണത്തിൻ്റെ കഥയും ഇതുപോലെ വികലമാക്കി പ്രചരിപ്പിക്കുന്നു. ബലി തൻ്റെ ശക്തിയും സൈന്യബലവും കൊണ്ട് ഭൂലോകവും സ്വർലോകവും പിടിച്ചടക്കി. രാജാക്കന്മാരെയും ദേവന്മാരെയും പുറത്താക്കി. ആ രാജാക്കന്മാരും ദേവന്മാരും കോടതിയിൽ പോയി. എന്ന് വെച്ചാൽ ഭഗവാനെ സമീപിച്ചു, കാര്യം അവതരിപ്പിച്ചു. അവരുടെ പരാതി ന്യായമാണെന്ന് മനസ്സിലാക്കിയ ഭഗവാൻ പരാതി സ്വീകരിച്ചു, വാദം കേട്ടു, അളക്കാൻ ആളെ പറഞ്ഞയച്ചു. അതാണ് വാമനമൂർത്തി. ഭഗവാൻ വന്ന് അളന്നെടുത്തു. മനുഷ്യർക്ക് വേണ്ടത് മനുഷ്യർക്കും, ദേവന്മാർക്ക് അവകാശപ്പെട്ടത് ദേവന്മാർക്കും, ദൈത്യന്മാർക്ക് അവകാശപ്പെട്ടത് ദൈത്യന്മാർക്കും നൽകി ധർമ്മം പുനഃസ്ഥാപിച്ചു. നീതി, ധർമ്മം, മര്യാദ നടപ്പിലാക്കി. ഇതിലെങ്ങനെയാണ് വാമനമൂർത്തി വില്ലനാവുന്നത്? എങ്ങനെയാണ് ബലി നായകനായത്? ആലോചിക്കുക. അതുകൊണ്ട് തിരുവോണം വാമനമൂർത്തിയെ പൂജിക്കാനുള്ള സുദിനമാണെന്ന് തലമുറകളെ നമ്മൾ പഠിപ്പിക്കുക. അന്യായമായി മറ്റൊരുവൻ്റെ സ്വത്ത് കൈക്കലാക്കിയ ബലിയെ പൂജിക്കാനുള്ള ഒരു സുദിനമായി തിരുവോണം നമ്മൾ തലമുറയെ പഠിപ്പിക്കാതിരിക്കുക. തിരുവോണം വാമന ജയന്തിയാണ്. അന്യായമായി മറ്റൊരുവൻ്റെ ദിക്കിലേക്ക് കയ്യേറിയ അധിനിവേശത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വാതന്ത്ര്യം നൽകിയ ഒരു മഹത്തായ സുദിനമാണ്. ഭഗവാൻ നീതിയും ധർമ്മവും നടപ്പിലാക്കിയ സുദിനമാണ് തിരുവോണം. എല്ലാവർക്കും നന്മ വരട്ടെ. നമസ്തേ.